പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏലിയ സ്ലീവ മൂശ കാല സമുച്ചയത്തിൽ ഇന്നത്തെ ഞായറാഴ്ച സ്ലീവ കാലം മൂന്നാമത്തെ ആഴ്ചയാണ്. മത്തായി സ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവിശ്വംശിഹായുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ പാഠം എടുത്തിരിക്കുന്നത്. സൗഖ്യവും സമൃദ്ധിയുമാണ് ഈ സുവിശേഷ പാഠത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. വിശ്വസിച്ച് ദൈവത്തിന്റെ കരുണയ്ക്കായി അപേക്ഷിച്ചവൾക്ക് ആഗ്രഹിച്ച സൗഖ്യവും വചനം കേൾക്കാൻ ഒന്നിച്ചുകൂടിയവർക്ക് സമൃദ്ധമായ ഭക്ഷണവുമാണ് ഈശോ നൽകുന്നത്. അത്ഭുതങ്ങളുടെ വലിയ ഒരു പട്ടിക തന്നെയാണ് ഈ സുവിശേഷ പാഠം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ സ്ലീവ നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അത്. വിശുദ്ധ സ്ലീവ സൗഖ്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. ഈശോ നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായി പീഡകൾ സഹിച്ച് മരിക്കുക മാത്രമല്ല, മരണത്തെയും പിശാചിനെയും കീഴടക്കി അവൻ വിജയം വരിച്ച് ഉത്ഥാനം ചെയ്തു. നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായ രോഗങ്ങൾ അവൻ സൗഖ്യമാക്കി. വിശുദ്ധ പത്രോസ്ലീഹയുടെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ വചനം പറയുന്നു, അവന്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യമുള്ളവരായി എന്ന്. വെറും പരിഹാസത്തിന്റെ അടയാളമായിരുന്ന ഉണക്കമരമായിരുന്ന കുരിശിനെ ഈശോ സൗഖ്യം നൽകുന്ന, സമൃദ്ധി നൽകുന്ന, തളിർത്ത് പൂത്ത് പുഷ്പിച്ച മരമാക്കി മാറ്റി. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനങ്ങളുടെ രോഗശാന്തിക്കുള്ളതാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും എന്ന്. നമ്മുടെയും ജീവിതത്തിൽ രോഗത്താലും പൈശാചിക പീഡകളാലും പലവിധ പ്രശ്നങ്ങളാലും നാം വേദനിക്കുമ്പോൾ നിരാശരാകാതെ കാനാൻകാരി സ്ത്രീയെപ്പോലെ ഈശോയിൽ നമുക്ക് വിശ്വാസത്തോടുകൂടെ അഭയം പ്രാപിക്കാം. ഈശോ ആദ്യം നിരസിച്ചിട്ടും പ്രത്യാശ കൈവിടാതെ വീണ്ടും വീണ്ടും കരുണയ്ക്കായി പ്രാർത്ഥിച്ച കാനാൻകാരി സ്ത്രീയെപ്പോലെ നമുക്കും കരുണ കാണിക്കണേ, സഹായിക്കണേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. കാനാൻകാരിയുടെ പ്രാർത്ഥന കേട്ടവൻ, വചനം കേൾക്കാൻ വന്നവർക്ക് സമർത്ഥമായി ഭക്ഷണം നൽകിയവൻ, അനേകം രോഗികളെ സുഖപ്പെടുത്തിയവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെയും സഹായിക്കും, തീർച്ചയായും സഹായിക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവീൻ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. പൗലോസ്ലീഹ പറയുന്നു, നാം ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട എന്ന്. നാം ആകുലരാകുന്നത് നാം നമ്മുടെ കഴിവിലും സാമർത്ഥ്യത്തിലും പണത്തിലും സ്ഥാനമാനങ്ങളിലും വിദ്യാഭ്യാസ യോഗ്യതയിലും കുടുംബ മഹിമയിലുമൊക്കെ ആശ്രയിക്കുമ്പോഴാണ്. ഇവയ്ക്കെല്ലാം പരിധികളും പരിമിതികളുമുണ്ട്. എന്നാൽ ഇവയെല്ലാം ദൈവസന്നിധിയിൽ, അതായത് തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ഈശോ മിശിഹ വഴി നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവത്തിന് തരാൻ സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന കാനാൻകാരിയെ പോലെ ദൈവസന്നിധിയിൽ കാരുണ്യത്തിനും സഹായത്തിനുമായി യാചിക്കുമ്പോൾ തീർച്ചയായും നാം വിചാരിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ, നാം ഒരിക്കലും ചിന്തിക്കാത്ത മാർഗങ്ങളിലൂടെ ഈശോ നമ്മെ സഹായിക്കും, നമ്മോട് കരുണ കാണിക്കും. സർവശക്തനായ ദൈവത്തിന് ചെയ്യാൻ സാധിക്കാത്തതൊന്നും ബലഹീനരായ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം നമ്മിൽ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രത്യാശയിൽ നമ്മുടെ രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈശോയെ ഏൽപ്പിക്കുവാനും അവന്റെ സമയത്തിനായി കാത്തിരിക്കുവാനും പ്രാപ്തരാക്കുന്നു.
കർത്താവ് ശാശ്വതമായ അഭയശിലയാണെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായത്തിൽ നിന്നെടുത്തിട്ടുള്ള 2-ാം വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റാസ കുർബാനയിൽ നാം പാടുന്ന മദ്ബഹാ ഗീതം അഥവാ സ്ലീവാ ചുംബന ഗീതം ഇപ്രകാരമാണ്: സ്ലീവാ നമ്മൾക്കെന്നും നന്മകൾ തന്നുറവിടമാം, രക്ഷിതമായതുവഴിയായി മധ്യഗണം കർത്താവേ. കുരിശിത് ഞങ്ങൾക്കെന്നും ശക്തിയേഴും കോട്ടയുമാം, ദുഷ്ടനെയും അവൻ കെണികളായും അതുവഴി നാം തോൽപ്പിച്ചിടട്ടെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ മിശിഹായെ പ്രതിനിധാനം ചെയ്യുന്ന സ്ലീവ നമുക്ക് ശാശ്വതമായ അഭയശിലയാണ്. ആ അഭയശിലയിൽ നമുക്ക് ആശ്രയിക്കാം. അത് അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ്. അത് ശക്തിയുള്ള കോട്ടയാണ്. പിശാചിനെ ജയിക്കുവാനുള്ള ആയുധമാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ പ്രതിഫലമാണ് സമാധാനവും സന്തോഷവും. അത് നമുക്ക് സ്വന്തമാക്കുവാൻ ശ്രമിക്കാം. യെശയ്യാ പ്രവാചകനിലൂടെ ഈ ആശയങ്ങളെല്ലാം ഈ പരിശുദ്ധ സഭ ഇന്ന് നമ്മുടെ മുൻപിൽ നിരത്തിവെക്കുന്നുണ്ട്. ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ സ്ലീവായിൽ ആശ്രയം വയ്ക്കുവാനും സ്ലീവായിൽ നിന്ന് പഠിക്കുവാനും സ്ലീവായിലേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയുള്ളവരായി നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് നയിച്ച മോശ തന്റെ ഓർമ്മകൾ ഓർത്തെടുത്ത് ആവർത്തിക്കുന്നതാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ പ്രധാന ഉള്ളടക്കം. ഈ ഞായറാഴ്ചത്തെ 1-ാം വായന നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ വായനയിൽ ഹോറേബ് താഴ്വരയിൽ വെച്ച് നടന്ന അതിഗൗരവമായ ദൈവനിഷേധവും അതേ തുടർന്ന് മോശ തന്റെ ജനത്തിനു വേണ്ടി 40 രാവും 40 പകലും ഉപവാസത്തോടെ സാഷ്ടാംഗ പടമെച്ച് പ്രാർത്ഥിക്കുന്നതും ദൈവം ഇസ്രായേൽ ജനത്തോട് ക്ഷമിക്കുന്നതുമാണ് പ്രതിപാദ്യ വിഷയം. കാനാൻകാരി സ്ത്രീ സാഷ്ടാംഗം പ്രണമിച്ച് കരുണയ്ക്കായി യാചിച്ചതുപോലെ, മോശ ദൈവസന്നിധിയിൽ പ്രാശ്ചിത്തത്തോടുകൂടി കരുണയ്ക്കായി യാചിച്ചതുപോലെ നമുക്കും കരുണയ്ക്കായി യാചിക്കാം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും കരുണയ്ക്കായി യാചിക്കാം. അപ്പം പങ്കുവെച്ച് ഈശോ കരുണ കാണിച്ചതുപോലെ കരുണയുടെ പ്രവൃത്തികളാൽ ദൈവത്തിന്റെ കരുണയ്ക്ക് നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ദൈവത്തിന് കരുണയ്ക്ക്, ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയ്ക്ക് നമുക്ക് തിരിച്ച് പ്രതിഫലം നൽകുക, പ്രത്യുത്തരം നൽകുക അഥവാ നന്ദി പറയുക സാധ്യമല്ല. കാരണം ദൈവത്തിന് തിരിച്ച് കരുണയുടെ ആവശ്യം ഇല്ല. എന്നാൽ ദൈവത്തിന്റെ മുഖം പേറുന്ന മറ്റു മനുഷ്യരോട് കരുണ കാണിച്ചുകൊണ്ടാണ് നാം ദൈവത്തോട് നന്ദി പറയേണ്ടത്. ദൈവത്തിന് പകരമായി, ദൈവത്തിന്റെ കരുണയ്ക്ക് പകരമായി കരുണ പ്രവർത്തികൾ ചെയ്യേണ്ടത്. ആകയാൽ നമുക്ക് ഈ ഞായറാഴ്ചത്തെ വായനകളുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കരുണയുള്ളവരായിരിക്കാം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവവും സ്വഭാവവും ക്രിസ്തീയ സ്നേഹത്തിൽ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ദേവമിത്രയച്ചൻ.